ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. ഫലപ്രദമായ ചർച്ചകൾക്ക് സമ്മേളനം വിനിയോഗിക്കണമെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്ക് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ബാങ്ക് വാർഷിക കർമ്മ പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നാളെ കോട്ടയത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ 4ാം ദിനം പുരോഗമിക്കുന്നു. ISLൽ ഇന്ന് ഹൈദരാബാദ് ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. അന്തരിച്ച എംപിമാരായ വസന്തറാവു ചവാൻ, ഷേഖ് നൂറുൽ ഇസ്ലാം എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 19 സിറ്റിംഗുകളാണ് ഇത്തവണയുള്ളത്. അതേസമയം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നാളെ സഭാ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നാളെ നടക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഫലപ്രദവും ക്രിയാത്മക സംവാദങ്ങളും ചർച്ചകളും കൊണ്ട് നിറയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ രൂപീകരണത്തിന്റെ 75ാം വാർഷികത്തിന് തുടക്കമിടുന്ന പരിപാടികൾ ഉൾപ്പെടെ നിരവധി കാരണങ്ങളാൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പ്രത്യേകതയുള്ളതാണെന്നും ശ്രീ മോദി പറഞ്ഞു. संसद का ये सत्र अनेक प्रकार से विशेष है. हमारे संविधान के 75 साल की यात्रा, 75वें साल में उसका प्रवेश, ये अपने आप में लोकतंत्र के लिए एक बहुत ही उज्जवल अवसर है. और कल संविधान सदन में सब मिलकर के इस संविधान के 75वें वर्ष की मिलकर के शुरुआत करेंगे. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം അദാനി ഗ്രൂപ്പിന്റെ കൈക്കൂലി ആരോപണത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നിരസിച്ചിരുന്നു. സഭ പിരിയുന്നതിനു മുമ്പ് അന്തരിച്ച എംപിമാർക്ക് സഭ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ 2ാമത്തെ ഷെഡ്യൂൾഡ് ബാങ്കായി കേരള ബാങ്കിന് മാറാനായെന്നും 5 വർഷത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ കേരള ബാങ്ക് വാർഷിക കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക തൊഴിൽ മേഖലകൾക്ക് വേണ്ട മൂലധനം സ്വരൂപിക്കുന്നതിൽ വളരെ നിർണായകമായ ഇടപെടലുകളാണ് കേരള ബാങ്ക് നടത്തിവരുന്നത്. ഇന്ന് കേരള ബാങ്ക് സഹകരണ മേഖലയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. സാമാന്യ ജനത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതി സാധ്യമാക്കും വിധത്തിൽ കേരളത്തിന്റെ സഹകരണ മേഖല പൊതുവിൽ എന്ന പോലെ തന്നെ കേരള ബാങ്കും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടുന്ന ബാങ്കാണ് കേരള ബാങ്ക്. ഓരോ പ്രദേശത്തെയും സഹകരണ ബാങ്കുകൾ ആ പ്രദേശത്തെ കാർഷികാഭിവൃദ്ധിക്ക് വേണ്ടി ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് ദിനാചരണം ലക്ഷ്യം വയ്ക്കുന്നത്. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമിടും. അബ് കോയി ബഹാന നഹി എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം, ഗ്രാമീണ വികസന മന്ത്രാലയം, UN വിമൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാകും സംഘടിപ്പിക്കുക. നയി ചേതന 3.0 പ്രചാരണ പരിപാടിക്ക് ഇതോടൊപ്പം തുടക്കമാകും. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഒറ്റക്കെട്ടായാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ വെള്ള, നീല പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ഇന്നു മുതൽ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2024 ഡിസംബർ 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. പൊതുവിഭാഗത്തിന് 1180 രൂപയും വിദ്യാർത്ഥികൾക്ക് 590 രൂപയുമാണ് GST ഉൾപ്പെടെ ഡെലിഗേറ്റ് ഫീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം കോട്ടയത്ത്. സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷരം മ്യൂസിയത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക തിയേറ്റർ, ഹോളോഗ്രാം സംവിധാനം എന്നിവയും മ്യൂസിയത്തിലുണ്ട്. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാകുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യ ഘട്ടമാണ് നാളെ നാടിന് സമർപ്പിക്കുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന ഗ്യാലറികൾ 1ാം ഘട്ടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അക്ഷരം മ്യൂസിയത്തിന്റെ ഭാഗമായി കോട്ടയത്തെ പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിയാണ് അക്ഷരം ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ ആയുർവേദ പ്രദർശനത്തിന് നാളെ തുടക്കം കുറിക്കും. ആന്തരിക അവയവങ്ങൾ, മനുഷ്യ ശരീരം, ഔഷധ സസ്യങ്ങൾ, മരുന്നുകൾ, വിവിധതരം ആയുർവേദ ചികിത്സകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അറിയാനുള്ള അവസരമാണ് ഇതുവഴി ഉണ്ടാവുക. ആയുർവേദ രംഗത്തെ നവീന ആശയങ്ങളും പ്രദർശിപ്പിക്കും. പ്രവേശനം സൗജന്യമാണ്. കഥകളി ഗ്രാമമായ ഐരൂരിൽ നിന്ന് കഥകളി കോപ്പുകളും കഥകളി ശില്പങ്ങളും ലോക വിപണി ലക്ഷ്യമിട്ട് ഒരുങ്ങുന്നു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച കഥകളി കോപ്പ് നിർമ്മാണ പരിശീലന കേന്ദ്രം ഏറെ പ്രതീക്ഷകളാണ് കഥകളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രാമത്തിന് നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഐരൂർ കഥകളിക്കോപ്പ് നിർമ്മാണ സ്വയം സഹായ സംഘത്തിലെ 10 വനിതകളടക്കം 15 പേരാണ് ശില്പനിർമ്മാണം നടത്തുന്നത്. പ്രശസ്തനായ കഥകളി കലാകാരനും ശില്പിയുമായ കരിക്കകം ത്രിവിക്രമനും പ്രശസ്ത പള്ളിയോട ശില്പി ഐരൂർ ചെല്ലപ്പൻ ആശാരിയുമാണ് പരിശീലകർ. 1 അടി മുതൽ 1 ആൾ പൊക്കം വരെയുള്ള കഥകളി ശില്പങ്ങളും എല്ലാ കഥകളി വേഷങ്ങളും അവയുടെ ആഭരണങ്ങളും പരമ്പരാഗത ശൈലിയിൽ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ജില്ലാ കഥകളി ക്ലബിന്റെ മേൽനോട്ടത്തിലാണ് സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം പുനരാരംഭിച്ചപ്പോൾ ഓസ്ട്രേലിയ പൊരുതുന്നു. പെർത്തിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ന് വിജയം ഉറപ്പിക്കാനാണ് ഇന്ത്യൻ സംഘത്തിന്റെ ശ്രമം. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് FC ഒഡീഷ FCയെ നേരിടും. ഹൈദരാബാദിലെ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യുവ നേതൃസംഗമത്തിനായുള്ള രജിസ്ട്രേഷന് തുടക്കം. 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ക്വിസിൽ പങ്കെടുത്ത് തുടർ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാം. യുവാക്കൾക്കും യുവതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം ലഭിക്കും. ICA ഗ്ലോബൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ സഖ്യം ICAയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് ആദ്യമായാണ് ആഗോള സഹകരണ കോൺഫറൻസ് ഇന്ത്യയിൽ നടത്തുന്നത്. 2025 അന്താരാഷ്ട്ര സഹകരണ പ്രസ്ഥാന വർഷമായി ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള സ്മാരക സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. കണ്ണൂർ വളപട്ടണം മന്ന KSEB ഓഫീസിന് സമീപം വീടിന്റെ ജനൽ തകർത്ത് വൻ കവർച്ച. 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണവും കവർന്നതായി വീട്ടുകാർ വളപട്ടണം പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങളിൽ 3 അംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായി സൂചനയുണ്ട്. വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. ഫലപ്രദമായ ചർച്ചകൾക്ക് സമ്മേളനം വിനിയോഗിക്കണമെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ബാങ്ക് വാർഷിക കർമ്മ പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നാളെ കോട്ടയത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ 4ാം ദിനം പുരോഗമിക്കുന്നു. ISLൽ ഇന്ന് ഹൈദരാബാദ് ഒഡീഷ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.